ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ കട്ടപ്പ ശൈത്യ അകത്ത് കയറി. സത്യം പറഞ്ഞ ഓവർ ആക്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റത്ത് ഓവർ ആക്ടിങ് ആണ് ലൈവിനകത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അയ്യോ, കണ്ടിട്ട് വെറുത്തു പോയി. ആ രീതിയിലുള്ള ഓവർ ആക്ടിങ് ആണ് ഇവിടെ. കയറിയിടം തൊട്ട് അനുവിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അനുവിനെ സമ്മതിക്കണം കേട്ടോ. എന്നിട്ടും ഇത്രയും സ്ട്രോങ് ആയിട്ട് നല്ല ബോൾഡായിട്ടാണ് അനു നിൽക്കുന്നതും സംസാരിക്കുന്നതും തിരിച്ച് മറുപടി കൊടുക്കുന്നതും. ഇവിടെ ശൈത്യ ഒരു നാട്ടുകൂട്ടമൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി നൂറയും ആദിലയും അതുപോലെ മുൻഷിയെയും ഈ പറഞ്ഞിട്ടുള്ള ബിൻസിയെയും ഇവരെ എല്ലാവരെയും കൂടെ പിടിച്ചിരുത്തിയിട്ട് അനുവിൻ്റെ കുറ്റങ്ങളാണ് പറയുന്നത്. എന്നിട്ട് അനുവിനെ വിളിച്ചിരുത്തിയിട്ട് പറയുവാണ്, നീ എന്നെ കട്ടപ്പ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണ്, എന്നെ അങ്ങനെ വിളിച്ചതിൻ്റെ കാരണം എന്താണെന്നൊക്കെയാണ് ഈ ശൈത്യ അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. നമുക്കറിയാം ഇത് അനു വിളിച്ച കേസല്ല. അനു അല്ല ശൈത്യയ്ക്ക് അങ്ങനെ കട്ടപ്പ എന്നുള്ളൊരു പേരിട്ടിട്ടുള്ളത്. ജനങ്ങളാണ്, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരാണ് കട്ടപ്പയുടെ സ്വഭാവം കാണിച്ചുകൊണ്ടാണ് ശൈത്യയെ കട്ടപ്പ എന്ന് ജനങ്ങളാണ് വിളിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വൈൽഡ് കാർഡ് കയറിപ്പോയിട്ട് അവിടെ ചെന്നിട്ട് ശൈത്യ കട്ടപ്പയാണെന്ന് അനുവിൻ്റെ അടുത്ത് വൈൽഡ് കാർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത്. അല്ലാതെ അനു ആയിട്ടല്ല അങ്ങോട്ട് കട്ടപ്പയെന്ന് വിളിക്കാൻ പോയിട്ടുള്ളതും അനു അങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇവിടെ ശൈത്യ പറയണം, നീ എന്തുകൊണ്ട് എന്നെ കട്ടപ്പാന്ന് വിളിച്ചു, എന്ത് കാരണത്തിലാണ് കട്ടപ്പാന്ന് വിളിച്ചത്, കാരണം നിൻ്റെ കൂടെ നിന്നിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാമല്ലോ ഈ ശൈത്യ ഇത്രയും ഓവർ ആക്ടിങ് കാണിക്കേണ്ട കാര്യം ആണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശൈത്യയ്ക്ക് അറിയാമല്ലോ, വെളിയിൽ ഇറങ്ങി വന്ന എപ്പിസോഡെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ശൈത്യയ്ക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് പ്രേക്ഷകർ കട്ടപ്പ എന്ന് വിളിച്ചതിന്. കാരണം അനുവിൻ്റെ അടുത്തിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പുറം ഇപ്പുറം ചെന്നിരുന്ന് പറയുക, അനുവിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം, എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ തമാശയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും അവിടെ എവിടെയും പോയിരുന്ന് പറഞ്ഞ് അനുവിനെ കളിയാക്കി സംസാരിക്കുന്ന ഒരു ശൈത്യമാണ് നമ്മൾ ലൈവിനകത്ത് കണ്ടിട്ടുള്ളത് അല്ലേ. അങ്ങനെ പല വീക്കെൻഡ് എപ്പിസോഡിൽ പോലും ലാലേട്ടൻ്റെ മുമ്പിൽ പോലും കാല് വാരിയിട്ടുണ്ട് ശൈത്യ. അപ്പം ഇതൊക്കെ കൊണ്ടാണ് ശൈത്യയ്ക്ക് അങ്ങനെ ഒരു പേര് ജനങ്ങൾ ഇട്ടത്. പക്ഷേ ഇപ്പം ശൈത്യ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ട് അനുവിൻ്റെ അടുത്തുള്ള പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് മാത്രമാണ് അവിടെ, വേറെ ഒന്നും ശൈത്യയ്ക്ക് സംസാരിക്കല്ല. അനു തന്നെയാണ് വിഷയം. അനുവിൻ്റെ അടുത്ത് ചൊറിയുക. എനിക്ക് തോന്നുന്നു ആദിലയും ഇപ്പം ഇവർ കൂട്ടുപിടിച്ചിരിക്കുന്ന ആദിലയും നൂറയാണ്. അപ്പം പട്ടായ ഗേൾസ് അറിയാമല്ലോ. അപ്പം ആദിലയുടെയും നൂറയുടെയും വോട്ടിന് അനുവിന് പോകുമോ എന്നുള്ളൊരു ഭയത്തിലായിരിക്കാം കുറേ നെഗറ്റീവുകൾ അവരുടെ അടുത്ത് കൊണ്ടിടുന്നതും അനുവിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നതും അനുവിനെ ഇനി വെറുപ്പിക്കാൻ അനുവായിട്ട് ഇവർ അകറ്റിപ്പിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരാഴ്ച ഇവർക്ക് കിട്ടേണ്ട വോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല രീതിയിലും തകർക്കാനുള്ള പരിപാടിയെല്ലാം ഈ ശൈത്യയും കയറിപ്പോയിട്ടുള്ള ബിൻസിയും ഇവരെല്ലാം ചെയ്യും. ഓൾറെഡി അവർ പറഞ്ഞിട്ടുമുണ്ട്, ലൈവിനകത്ത് പറഞ്ഞിട്ടുമുണ്ട്, അനുവാണ് അവരെ ടാർഗറ്റ് എന്ന് ബിൻസി പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഇവിടെ നമ്മൾ കണ്ടല്ലേ എയർപോർട്ടിലേക്ക് കയറി പോകുന്ന സമയത്ത് പോലും എന്തൊക്കെയാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയുന്ന ഈ ശൈത്യ അല്ലെങ്കിൽ ഈ ബിൻസി ഇവരെയൊക്കെ എന്തൊക്കെയാണ് അനുവിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും അനുവിനെ അറിയത്തില്ല. പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷമേ അനുവിന് ഇതൊക്കെ അറിയാവൂ. റിവ്യൂസും കാര്യങ്ങളും ഈ പറഞ്ഞിട്ടുള്ള ഇവർ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ള മീഡിയാസിൻ്റെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അനുവിനെ പറ്റിയിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള അത്രയ്ക്കും മോശമായിട്ടുള്ള കാര്യങ്ങൾ, പി ആറിനെ പറ്റിയിട്ടായിക്കോട്ടെ, എന്ത് അവിടെ നടക്കുന്ന ഗെയിമിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള അനുവിൻ്റെ ഗെയിമിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അനുവിനത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം പുള്ളിക്കാരിക്ക് അറിയത്തില്ല ആരൊക്കെയാണ് പുറത്തിറങ്ങിയിട്ട് തിരിഞ്ഞു കൊത്തിയെന്ന്. ഇപ്പം അനു പറയുന്നുണ്ട്, അപ്പം ശൈത്യടുത്ത് ഇനി എനിക്ക് മിണ്ടുകയും വേണ്ട, ഇനി എടുക്കുകയും വേണ്ട, അവളെ കാര്യമായിട്ട് പോട്ട്, ഇനി എനിക്ക് അവളോട് സംസാരിക്കാനും താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. ഇവിടെ അനുവിനെ വിളിച്ചിരുത്തിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് എന്നെ കട്ടപ്പയെന്ന് പറഞ്ഞാൽ അത് എനിക്ക് അറിയണമെന്ന് പറയുന്നുണ്ട്. അപ്പം മുൻഷി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, മുൻഷി ഇവരെല്ലാവരും ഒരു ടീമായിട്ടാണ് കയറി വന്നിട്ടുള്ളത്. അപ്പം ഇവിടുന്ന് അനു മാറിപ്പോയി കഴിഞ്ഞതിന് ശേഷം മുൻഷി പറയുന്നുണ്ട്, ഇവിടുന്ന് കിട്ടിയതല്ല ഇവിടെ കളഞ്ഞിട്ടങ്ങ് പോണേന്ന്. ശൈത്യടുത്ത് പറയുകയാണ്, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കണം, ഇവിടുന്ന് നിനക്ക് പോസിറ്റീവോ നെഗറ്റീവോ എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ തീർത്തിട്ടങ്ങ് പോകണമെന്നാണ് മുൻഷി പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനി ഈ ശൈത്യക്ക് ഈ ഒരു പേര് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും കട്ടപ്പാടെ സ്വഭാവമാണ് ഇപ്പോഴും ശൈത്യ കൊണ്ടുവരുന്നത്, സംസാരിച്ച് ലൈവിനകത്ത് വെറുപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം ഈ ഒരു വിഷയം, ഈ അനുവുമായിട്ടുള്ളൊരു വീണ്ടും ഈ ഒരു പ്രശ്നത്തിലേക്ക്, ഈ ഒരു കട്ടപ്പ എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ വീണ്ടും ശൈത്യക്ക് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം മിണ്ടാതിരുന്നായിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. അപ്പം അനു പറയുന്നുണ്ട്, ഇത് വൈൽഡ് കാർഡായിട്ട് കയറി വന്ന ആൾക്കാരാണ് ഇതൊക്കെ കൊണ്ടിട്ടതല്ല, അത് ഞാനല്ലെന്ന് അനു പറയുന്നുണ്ട്. അതുപോലെ നീ അക്ബറിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് എന്നെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളും എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നതും ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പോലും നീ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ടില്ല. അപ്പം എനിക്ക് അത്രമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടെന്നും അനു പറയുന്നുണ്ട്.
അപ്പം ഇതൊക്കെ നമ്മൾ ജനങ്ങൾ ലൈവിൽ കണ്ടാണ്. പിന്നെ ഈ ശൈത്യ എന്തൊരു സത്യം പറഞ്ഞ ശൈത്യ കട്ടപ്പയെക്കാളും കഷ്ടമാണെന്നാണ് ഞാൻ പറയുന്നത്. കട്ടപ്പ പിന്നെയും ഭേദമാണെന്ന് പറയാം. ഈ തങ്കച്ചൻ്റെ കാര്യങ്ങൾ കൊണ്ടിടുന്നു, അനീഷുമായിട്ടുള്ള ഈ ഒരു ലവ് ട്രാക്കിൻ്റെ കാര്യം കൊണ്ടിടുന്നു, അനീഷിൻ്റെ ജീവൻ നശിപ്പിക്കാനൊക്കെ അനു ഒരുങ്ങി, അനു ഒരു ലവ് ട്രാക്ക് പിടിച്ച് അനീഷിനെ മോശക്കാരനാക്കാൻ നോക്കി എന്നൊക്കെയാണ് ഈ ശൈത്യ പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത് ശൈത്യ ലൈവിനകത്ത്? അവിടെ ഒരു വെളിയിൽ ഗാർഡൻ ഏരിയയിൽ ഒരു സോഫയിൽ വന്നിരുന്നിട്ട് ഈ ആദിലയും നൂറെ എല്ലാവരെയും പിടിച്ചിരുത്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ശൈത്യ പറഞ്ഞത്. അനുവിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഗ്രേഡ് ചെയ്ത് വോട്ട് കുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഇതൊന്നും പ്രേക്ഷകർ എന്നിട്ട് ഈ ഒരു ചെവി കൂടെ കേട്ട് ഈ ഒരു ചെവി കൂടെ കളയുന്നതല്ലാതെ ഇതൊന്നും ഒരു പ്രേക്ഷകർ ഇനി എടുക്കത്തില്ല. കാരണം ശൈത്യം എന്താണെന്നും വിൻസി എന്താണെന്നും ജനങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. എന്നിട്ട് ശൈത്യം തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ ജനങ്ങൾ ഇനി എടുക്കത്തില്ലെന്ന് എനിക്ക് നല്ല പോലെ അറിയാം, എന്നാലും എനിക്ക് പറഞ്ഞേ പറ്റൂ എന്നൊക്കെ. സത്യം പറഞ്ഞ ഒരു വെളുപ്പീരിനുള്ള പരിപാടിയും കൂടെ നോക്കുന്നത്. ഈ കട്ടപ്പ എന്നുള്ളൊരു പേര് എങ്ങനെയെങ്കിലും പോക്കണം, അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതിനി പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ ലൈവിലെ വെറുപ്പീരും ഓവർ ആക്ടിങ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ബോധ്യമായി ഇനി ഈ ഒരു പേര് ശൈത്യക്ക് മരണം വരെ കൊണ്ടുപോകാമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇനി ഇത് പോകത്തില്ല. ആ രീതിയിലുള്ള പരിപാടിയൊക്കെയാണ് ഇന്ന് അവിടെ ചെന്നിട്ട് കാണിച്ചു കൂട്ടിയത്. അപ്പം ഇവർ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് മാത്രമാണ്. കാരണം അവർ എവിക്റ്റായി കഴിഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം അവരുടെ ഗെയിം കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്? ആ അപ്പാനെയൊക്കെ കണ്ടില്ല, അപ്പാനെ കയറിപ്പോയിട്ട് എന്ത് നല്ല രീതിയിലാണ് എല്ലായിടത്തും സംസാരിക്കുന്നത്. കുറച്ചെങ്കിലും മാന്യമായിട്ട് അവിടെ കയറിപ്പോയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നിയത് അപ്പാനി മാത്രമാണ്. പുള്ളിക്കാരൻ്റെ ഗെയിം എല്ലാം കഴിഞ്ഞു. കാരണം ഓൾറെഡി പുള്ളിക്കാരൻ പറഞ്ഞു ഈ ഒരു ഞാൻ എവിക്റ്റായി പോയതിന് ശേഷം എൻ്റെ ഗെയിം എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ പുറത്തിറങ്ങി വന്നാലും അങ്ങനെയാണ് സംസാരിച്ചത്. അവിടെ തീർന്നു എന്നുള്ളൊരു ഇതിലാണ് പുള്ളിക്കാരൻ സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അപ്പാനി ഇപ്പോൾ തിരിച്ചു പോയപ്പോഴും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെയാണ് ഇന്നത്തെ ലൈവിനകത്ത് നിന്നിട്ടുള്ളത്. അപ്പം അത് കണ്ടപ്പോഴത്തേക്ക് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്തപ്പോഴത്തേക്ക് കുറച്ചെങ്കിലും ഡീസൻ്റ് ആയിട്ട് നല്ല രീതിയിൽ നിന്നൊരു വ്യക്തി അപ്പാനി തന്നെയാണ്. അപ്പം അപ്പാനി പിന്നെ വന്നിടം തൊട്ട് അക്ബറിൻ്റെ പുറകെയാണ്. അക്ബറുടെ അടുത്ത് പോയി കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പുറത്തെ കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം പറഞ്ഞതിന് ശേഷം മാത്രമാണ് ബിഗ് ബോസ് പറയുന്നത് പുറത്തെ കാര്യം ആരത്തും പറയില്ലെന്ന്. എല്ലാം പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. അതുപോലെ അപ്പാനിയുടെ കടങ്ങളൊക്കെ തീർന്ന കാര്യം പറയുന്നുണ്ട്. അപ്പാനിക്ക് നല്ല പേയ്മെൻറ്റ് കിട്ടി കേട്ടോ. അത് അപ്പാനി അക്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ കടങ്ങൾ തീർന്നു, എനിക്ക് അങ്ങനെ നെഗറ്റീവാണെങ്കിലും കുറേ പൈസ കിട്ടി. അപ്പം അക്ബറും പറയുന്നുണ്ട് എനിക്കും കുറച്ചൊരു ഫെയിം ഉണ്ടായെങ്കിൽ എനിക്കും കുറച്ച് നല്ല രീതിയിൽ പൈസ ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റിയേനെന്ന് അക്ബറും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പാനിക്ക് അവിടെ ഉള്ളതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ടോപ്പ് എമൗണ്ട് ആയിരിക്കും അപ്പാനിക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പാനി പറയുന്നുണ്ട് എൻ്റെ കടങ്ങളും കാര്യങ്ങളൊക്കെ തീർന്നെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതുപോലെ പുറത്തെ സപ്പോർട്ട് ആർക്കാണ് കൂടുതലെന്നൊക്കെ ആർക്കൊക്കെയാണെന്നെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. നൂറയൊക്കെ 3G ആയിട്ടിരിപ്പുണ്ട്. പ്രത്യേകിച്ച് ഈ ശൈത്യയും വിൻസിയൊക്കെ വന്നിടം തൊട്ട് അനുവിൻ്റെ മെക്കിട്ടാണ് കയറുന്നത്. അപ്പം അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അതുപോലെ അനുവിൻ്റെ ഫാൻസുകാരൊക്കെ ശൈത്യ പൊങ്കാലയിടുന്ന കാര്യമൊക്കെ ഇവർ മുൻഷി ആയിക്കോട്ടെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പം അടുത്ത് ആദിലയും നൂറയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് കപ്പടിക്കാൻ ചാൻസ് ഉള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നൂറയുടെയൊക്കെ ഫേസ് ഇങ്ങനെ 3G ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.